കൗതുകങ്ങളും കുസൃതികളും നിറഞ്ഞ കൗമാര കാലഘട്ടം, ജീവിത പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്ത സുവർണ ജീവിതകാലം, കലാലയ ജീവിതത്തിൻ്റെ വർണ്ണപ്പകിട്ടുകൾ, സ്വഭാവ രൂപീകരണത്തിൻ്റെയും ജീവിത ലക്ഷ്യങ്ങളുടെയും ടേണിംഗ് പോയിന്റ്. കോളേജ് പഠനകാലങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളാൽ സമ്പന്നമായ അധ്യാപകരും സുഹൃത്തുക്കളും, പ്രിൻസിപ്പാളിൻ്റെ കഴുകൻ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ കാട്ടിക്കൂട്ടുന്ന രസകരമായ സംഭവങ്ങൾ, മുളപൊന്തുന്ന കൗമാര പ്രേമങ്ങളുടെ താളമേളങ്ങൾ, ആളാവാൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, പരീക്ഷയും പരീക്ഷാ പേടികളും, കോപ്പിയടിയിൽ പ്രത്യേക പരിശീലനം തന്നെയുള്ള ചില സഹപാഠികൾ, തികച്ചും വ്യത്യസ്തമായ കോളേജ് ജീവിത കാലഘട്ടത്തെ കോർത്തിണക്കിയ ഒരു ക്യാമ്പസ് ടെലിഫിലിം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കോപ്പിയടി പിടിച്ചു, കാപ്പികുടി നടന്നു. ഗുഡ് മോർണിംഗ്. ഈ സാറേ ഇത് സബ്ജക്റ്റ് ആണോ എടുക്കണത്? എനിക്കറിയില്ല. ആ കുട്ടി ഏത് ക്ലാസ്സിലാ? എടാ നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. ഇയാള് പരിചയപ്പെടാ, ഞാൻ പരിചയപ്പെട്ടോളാം. സെമിസ്റ്റർ എക്സാം എല്ലാം ആരംഭിക്കാവോ? ഈ എക്സാം ഒന്നും ഉണ്ടാവില്ല, ടീച്ചർമാരൊക്കെ ലീവ് അല്ലേ. രക്ഷപ്പെട്ടു, നീ പഠിച്ചിട്ടില്ല. ഇപ്പൊ എക്സാം ഉണ്ടായാലും എന്താ കുഴപ്പം, ഒപ്പിടിച്ചാ പോരെ. നീ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ഫസ്റ്റ് ഇയർ ബികോം. എടാ നിന്റെ വീട് എവിടെടാ? അങ്കമാലി. നീ ഒരു പാട്ട് പാടിയേ. എനിക്ക് പാട്ടൊന്നും അറിയില്ല. അതൊന്നും കുഴപ്പമില്ലടാ, നീ ഒരു നാടൻ പാട്ട് പാട്. എനിക്കൊന്നും അറിയില്ല, ഞാൻ പോണു. ഈ കോളേജിൽ റാങ്കിങ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ ചേർന്ന. ഇവിടെയും പുലിവാലായി. എനിക്കിട്ട് വെച്ചാണല്ലോ. അല്ല, നിങ്ങളിപ്പോ എന്നിട്ട് പറഞ്ഞേ SFI സിന്ദാബാദ്. ഇപ്പൊ നിങ്ങൾ വീണ്ടും എന്നിട്ട് പറഞ്ഞേ SFI സിന്ദാബാദ്. ഇനി ആരും ഈ കോളേജിൽ മുദ്രാവാക്യം മുഴക്കാൻ പാടില്ല. മുദ്രാവാക്യം പിടിച്ച എല്ലാത്തിനും ഞാൻ പുറത്താക്കും. ഗുഡ് മോർണിംഗ്. സാറാണ് അടുത്ത പ്രിൻസിപ്പാള്. പ്രിൻസിപ്പാള് ഞാനല്ല, അത് വേറെ ആളാണ്. എനിക്ക് പ്രിൻസിപ്പാളുടെ ലുക്ക് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അല്ല, എന്താ കാര്യം? പ്രിൻസിപ്പാളിനെ കാണാനാണ്, ഒരു അഡ്മിഷന്റെ കാര്യം പറയാൻ. നേരെ അങ്ങോട്ട് പോയ പ്രിൻസിപ്പാളുടെ റൂമാണ്. റൂമിന്റെ പുറത്ത് പ്രിൻസിപ്പാളിന് എഴുതിയിട്ടുണ്ട്. എടാ ഇന്നലെ രാഹുലിനാണോ കഴുത്തി പിടിച്ചാളിയത്? എടാ നെഹ്റു കോളേജ് പഠിക്കുന്ന ആൽബിനാണ്. എടാ എവിടെ വെച്ച സംഭവം നടന്നേ? എടാ ഇന്നലെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. എടാ ഈ ഞായറാഴ്ച അവൻ ട്യൂഷൻ കഴിയുമ്പോൾ വരുമ്പോണ്ടല്ലോ, ക്രിക്കറ്റ് ബാറ്റും സ്റ്റംപ് വെച്ചിട്ട് അവരെ തലയിൽ വിളിക്കുക. നീ ആർട്സിലേക്ക് എന്തെല്ലാം പരിപാടിക്ക് പങ്കെടുക്കണ്ട്? ഞാൻ തിരുവാതിര കളിക്ക് മോണാക്ടിന് പങ്കെടുക്കണേ. നീ എന്തിനു പങ്കെടുക്കണേ? എനിക്കിങ്ങനെ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ കളിക്കാൻ പ്ലാൻ ഉണ്ട്. അവിടെ നിന്നേ. എടാന്നാ പിന്നെ എഡീന്ന് വിളിക്കണോ? നീ ആണല്ലേ? നീയാണോ ഇവിടുത്തെ ഹെഡ് മാഷ്? ഹെഡ് മാഷാ? അതെന്താ ഇവിടെ ഹെഡ് മാഷ് ഇല്ലേ? ഇതെന്താ നാദില്ലാത്ത കളരിയോ? കളരിയാ? ഇത് കോളേജാണ്. ഇവിടെ ഹെഡ് മാഷല്ല, ഇവിടെ പ്രിൻസിപ്പാളിനുള്ളത്. എടാ നീയാണ് ഇവിടുത്തെ പ്രിൻസിപ്പാള്? ഏയ്, ഇവിടുത്തെ പ്രിൻസിപ്പാള് ഞാനല്ല. അപ്പൊ നീ ഇവിടുത്തെ സ്റ്റാഫ് ആയിരിക്കില്ലേ? സ്റ്റാഫാ? എന്താ കാര്യം? എടാ എന്റെ മോൾക്ക് ഈ കോളേജിൽ ഒരു സീറ്റ് വേണം. നിനക്ക് കൈക്കൂലി എത്ര വേണമെങ്കിൽ ഞാൻ തരാം. എത്ര പൈസ വേണമെങ്കിൽ മുടക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നല്ല പൂത്ത കാശുള്ള ആളാണല്ലേ. നിനക്ക് ഞാനേ ഒരു 150 രൂപ, അല്ലെങ്കിൽ വേണ്ട ഒരു 250 രൂപ ഞാൻ നിനക്ക് കൈക്കൂലി തരാം. പിന്നെ നിന്റെ പ്രിൻസിപ്പാളില്ലേ, അവന് ഞാൻ ഒരു 500 രൂപ കൈക്കൂലി കൊടുക്കാം. എനിക്ക് എന്റെ മോൾക്ക് സീറ്റ് കിട്ടിയാൽ മതി. കാശ് എനിക്ക് പുല്ലാണ്. നിങ്ങളുടെ മോൾക്ക് എങ്ങനെ മാർക്ക് കൂടുതലുണ്ടാ? ഉണ്ട് മാർക്ക് കൂടുതലുണ്ട്. ജസ്റ്റ് പാസിനേക്കാൾ 8 മാർക്ക് കൂടുതലുണ്ട്.
ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ പ്രിൻസിപ്പാളെ പോയി കാണും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ ക്ലാസ് എങ്ങനെയുണ്ട്? ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ്, എല്ലാം ടൈലിട്ട ക്ലാസ്സുകളാ. എടാ നിന്നോട് ഞാൻ ഇവിടുത്തെ പഠിപ്പിക്കലിന്റെ കാര്യം ചോദിച്ചേ. പഠിപ്പിക്കലൊക്കെ കണക്കാ. അപ്പൊ കണക്ക് മാത്രമേ പഠിപ്പിക്കുള്ളൂ, ബാക്കിയുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യും? ചേട്ടാ അതൊക്കെ പഠിപ്പിക്കും. ചേട്ടാ പോയി പ്രിൻസിപ്പാളെ കണ്ടേ. എടി ആൽവിൻ നിന്റെ വീടിന്റെ അടുത്തല്ലേ? അതേടി എന്റെ വീടിന്റെ അടുത്താ. നീ എന്താ അവനെ പറ്റി എന്റെ അടുത്ത് ചോദിച്ചേ? എടി രാഹുലിന്റെ കൂട്ടുകാർ അവനെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. എടി ഞാൻ ആൽവിനോട് പറയാൻ സൂക്ഷിക്കണമെന്ന്. ഒന്ന് പോയടെ ചെക്ക, കാലത്ത് തന്നെ അവൻ മതിൽ വീണ് ഹായ് പറയാൻ നിക്കാ. അടുത്ത ആഴ്ച എക്സാം അല്ലേ, നീ എന്തിനും പഠിച്ചാ? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. നമുക്ക് പഴയതുപോലെ കോപ്പി അടിക്കാം. സജി, നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം. ഇതാ എന്തിനാ ലൈബ്രറിക്ക് പോണേ? കൂട്ടുകാരികൾ അങ്ങോട്ട് പോയിണ്ട്. അന്നാ പോകാം. ഇവിടെ പ്രിൻസിപ്പാള് നല്ല കലിപ്പിലാണ്. കഴിഞ്ഞ ആഴ്ച പ്രിൻസിപ്പാള് ഒരുത്തനെ ലൈബ്രറി വെച്ച് പിടിച്ചു. ഇവിടെ അത് ക്ലബ്ബല്ല ലൈബ്രറി ആണ് പ്രിൻസിപ്പാള് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പെണ്ണിനോടും സന്തോഷിനോടും പറഞ്ഞല്ലേ, ആ കാര്യം മറന്നുപോയി ഞാൻ. എടാ ഇന്ന് വൈകിട്ട് നാടകത്തിന്റെ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. ഷാഫി പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് ആരും വീട്ടിലേക്ക് പോകരുതെന്ന്. ബെസ്റ്റ് ആക്ടർ ഈ തവണ ഷാഫി തന്നെ ആവാനേ സാധ്യതയുള്ളൂ. ഇത്തവണ ഞാൻ ഫോണാക്ടിനും മിമിക്രിക്കും പേര് കൊടുത്തിട്ടുണ്ട്. എടാ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ജോസ് ഇല്ലേ, ഒരു പെണ്ണിന്റെ കഴുത്തിലെ മാലേനെ പിടിച്ചു നോക്കിയിട്ടേ പ്രിൻസിപ്പാൾ പറഞ്ഞ് നീ വീട്ടിൽ നിന്ന് ഗാഡിയനെ കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറി ചെയ്യാൻ പറഞ്ഞു. മാല പിടിച്ചു നോക്കിയതിന് പ്രിൻസിപ്പാൾ അറിഞ്ഞ നമ്മുടെ പിയോൺ ജോർജേട്ടൻ ഒറ്റ കൊടുത്തതാ. കഴിഞ്ഞ തവണ ജോർജേട്ടന് ഞാനൊരു പണി കൊടുത്തതാ. അയാള് പോണ വഴിക്ക് ഞാൻ മതിലിന്റെ അപ്പുറത്ത് കുത്തിരുന്ന് ഒരു ഗുണ്ട് പൊട്ടിച്ചെറിഞ്ഞു. ഗുണ്ട് പൊട്ടണ സൗണ്ട് കേട്ട് അയാൾ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണ് 1 മാസത്തോളം ആശുപത്രി കിടന്നു. സാറാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് പ്രൊഫസർ. ഇംഗ്ലീഷ് പ്രൊഫസർ ഞാനല്ല. എന്തേ ചോദിച്ചേ? ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്, അതാ ചോദിച്ചേ. എന്നെ ആക്കിയതാണല്ലേ. നിങ്ങൾ മുതിർന്ന ആൾക്കാരെയും ഗുരുക്കന്മാരെയും ഒന്നും കളിയാക്കാൻ പാടില്ല, അവരെ അപമാനിക്കാൻ പാടില്ല. അവരെ ഗുരുത്തക്കേട് കിട്ടും. ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം. ഒരിക്കൽ ഒരു കോളേജിൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലേഡി ടീച്ചറാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ ബോർഡിൽ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി പറയണ്, ടീച്ചർക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയില്ല, പിന്നെ എങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കണേ? ടീച്ചർക്ക് അവിടെ തെറ്റുപറ്റി. ടീച്ചർക്ക് ഭയങ്കര വിഷമമായി. ടീച്ചറെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വന്ന് അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ച് ടീച്ചർ പോയി. വർഷങ്ങൾക്ക് ശേഷം ടീച്ചർ അവനെ വഴിയിൽ വെച്ച് കാണുകയാണ്. അവൻ ഓടി വന്ന് ചോദിച്ചു, ടീച്ചറെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, അതെ സുഖമാണ്, നീ ഇപ്പം എന്താ ചെയ്യണേ? ടീച്ചറെ ഞാൻ ഇതുവരെ മാത്തമാറ്റിക്സ് പാസ്സായില്ല എന്ന്. അതാണ് ഗുരുത്തക്കേടെന്ന് പറയുന്നത്. എടാ ഷാജി, നിന്റെ അനിയൻ കോളേജിൽ വരുന്നത് പഠിക്കാനാണോ അതോ ഏതെങ്കിലും തോന്നിവാസം ചെയ്യാനാണോ? ഇല്ല അച്ഛാ, അവൻ മുമ്പ് പഠിച്ച സ്കൂളിലൊക്കെ അവനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ള ടീച്ചേഴ്സൊക്കെ പറഞ്ഞേക്കണം. പിന്നെ അച്ഛൻ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ അനിയൻ തൊട്ടടുത്ത ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ മാല പിടിച്ചു നോക്കി. എൻ്റെ പൊന്നച്ചു, ഇതായിരുന്നു കാര്യം. അവനുണ്ടല്ലോ ചെറുപ്പം മുതൽ സ്വർണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്ത. അതൊരു എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് അവനെ സ്വർണം. അത് സ്വർണം നോക്കാൻ വേണ്ടിയിട്ട് വിടുന്നതായിരിക്കും അച്ഛാ. അച്ഛൻ അത് വലിയ സീരിയസ് ഒന്നും എടുക്കണ്ട, അത് വിട്ടേക്ക അച്ഛാ, അത്രയൊന്നും ഇല്ല. എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പോവാ. നീ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത് കേട്ടോ. അച്ഛോ, അച്ഛൻ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഈ പ്രാവശ്യത്തേക്ക് കൂടെ ഒന്ന് ക്ഷമിക്കേ. ഞാൻ എന്തായാലും അടുത്ത മാസം ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ അവനൊന്ന് പറഞ്ഞ് ഞാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കാം. പിന്നെ ഞാൻ ഇവിടുന്ന് വരുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛന് കുറച്ച് പിസ്ത, ബദാം, കാഷ്യൂ, കുറച്ച് ചോക്ലേറ്റ്, ഇതൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛനെ ഞാൻ എന്തായാലും വന്ന് കാണുന്നുണ്ട് അച്ഛാ. നീ നല്ലവനാണെന്ന് എനിക്കറിയാം. എന്നാലും നിന്റെ അനിയനെന്താ ഇത്ര കച്ചറയായേ? അച്ഛൻ ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കും. ഞാൻ അടുത്ത മാസം വരുന്നുണ്ട്, നമ്മൾ കാണാം അച്ഛൻ. അതെ, ഇത്തവണ ഞാൻ ക്ഷമിച്ചേക്കണം. അവനോട് പറഞ്ഞേക്ക്, ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ അവനെ കോളേജിൽ നിന്ന് പുറത്താക്കും. എടാ, ഈ ദുബായിലേ ഈ ലോഹയുടെ തുണി വല്ലതും കിട്ടുമോ? കിട്ടണമെങ്കിൽ എനിക്ക് രണ്ടെണ്ണത്തിന് കൊണ്ടുപോയി. പിന്നെ അച്ഛൻ ഈ ലോഹയുടെ കാര്യം, അച്ഛൻ ദുബായിൽ കിട്ടാത്ത വല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ ശരി, വരുമ്പോ കാണാം അച്ഛാ. ഫാദർ ഡൊമിനിക് നമ്മളെ കുറെ നേരമായിട്ടാ നോക്കണേ. അയാൾ ഡൊമിനിക് അല്ല, അയാൾ ഹിറ്റ്ലറാണ്. ഹലോ അച്ഛാ, ഞാൻ മേരി ടീച്ചറാണേ. അടുത്ത ആഴ്ച ഞാൻ ലീവാണ്. അല്ല മേരി ടീച്ചറെ, ഇപ്പൊ ലീവ് എടുത്താലെങ്ങനെ? അടുത്ത ആഴ്ച എക്സാം തുടങ്ങല്ലേ? അച്ഛാ, എനിക്ക് ലീവ് തരാതെ പറ്റില്ല. എൻ്റെ മക്കള് വിദേശത്ത് നിന്ന് വരാണേ. അപ്പൊ ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോകാൻ പറ്റില്ല.
അല്ല മേരി ടീച്ചറ്, നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ലീവ് എടുത്താൽ എങ്ങനെയാ ശരിയാവണേ? അതെ വെച്ചാ അതിപ്പോ എന്തായാലും അങ്ങനെ പറ്റില്ല. ഞാൻ എന്തായാലും ലീവ് എടുക്കുക വെച്ചാ, എനിക്ക് ലീവ് ഇല്ലാതെ പറ്റില്ല. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ലീവ് എടുത്താ എനിക്ക് ഈ കോളേജിൽ എക്സാം നടത്തണ്ടേ? ആർട്സ് ഡേക്ക് ബികോമിലെ പിള്ളേരുടെ പരിപാടി നമുക്ക് പോയി പൊളിക്കണം. എടാ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് കണ്ടോ. എടാ, പ്രിൻസിപ്പൾ നമ്മളെ കോളേജിൽ നിന്ന് പുറത്താക്കൂട്ടോ. ഞായറാഴ്ച എല്ലാവരും വന്നോളൂ. ബർത്ത്ഡേ ആണോ? അമീറാസിലേക്ക് വന്നാൽ മതിയോ? ഞായറാഴ്ച നെഹ്റു കോളേജിൽ ആൽവിനെ ഇഷ്ടം കഴിഞ്ഞ് വരുമ്പോ അതിന്റെ തല അടിച്ച് പൊളിക്കണ്ടേ? കല്ലിലാണ് ഞാൻ ഉണ്ടാവില്ല, വീട്ടിൽ സമ്മതിക്കില്ല. എക്സാമിന്റെ സമയമാണ്, ആവശ്യമില്ലാത്ത പരിപാടിക്ക് കണ്ട. പേടിത്തൊണ്ടന്മാരും വരണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. അയാള് തന്നെ ഉണ്ടായ പ്രശ്നം. അയാള് ട്രംപിനേക്കാൾ മോശമാണ്. എടാ, ഇത് കോളേജാണോ അതോ ചന്തയാണോ? രണ്ടുമല്ല, ഇത് ജയില. എടാ, ഈ കോളേജിന് ഒരു പേരും പെരുമയൊക്കെ ഉണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നീ എന്തിട്ട് ഗോഷ്ടികളിൽ കിടന്ന് കാണിക്കുന്ന ബൈക്കുമാ? ഇന്നലെ നീ ബൈക്കിൻ്റെ ഫ്രണ്ട് പൊക്കി കൊണ്ട് നടക്കണ്ടായിരുന്നു. നിൻ്റെ ഈ ഗോഷ്ടികൾ ആരെങ്കിലും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രി രമേഷ് കുമാർ കാണുകയും ചെയ്താൽ നിൻ്റെ ലൈസൻസും കട്ടാവും, ഈ കോളേജിൻ്റെ ലൈസൻസും കട്ടാവും. കോളേജിൽ ലൈസൻസാ? കോളേജിൽ എന്താ വണ്ടി ഓടിക്കാൻ പോകണ്ട? അതെ, എന്റെ ലൈസൻസ് അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്താ, നിനക്ക് എത്ര പിടിപാടുണ്ടാ? എന്റെ ലൈസൻസേ പെരുമ്പാവൂരിന്ന് ഇഷ്യൂ ചെയ്ത നല്ല സ്മാർട്ട് കാർഡാ, അത് കട്ട് ചെയ്യാൻ ഇത്തിരി പാടാ. അതേ, നീ ഒരു കാര്യം ചെയ്യ്, നാളെ അച്ഛനെ വിളിച്ചുകൊണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. എന്തിയടാ എന്ത്? താനിവിടുത്തെ പ്രിൻസിപ്പാളൊന്നല്ലല്ലോ, പിയൂണല്ലേ. താനേ പ്രിൻസിപ്പാൾക്ക് പോയി ചായ കളിപ്പിച്ചു കൊടുക്കണോ? അതേ, ചായ തിളപ്പിച്ചു കൊടുക്കാൻ നീ പറയണ്ട, എനിക്കറിയാം. 11 മണിക്കാണ് പ്രിൻസിപ്പാൾക്ക് ചായ കളിപ്പിക്കേണ്ടത്. ഒന്ന് പോടപ്പാ. എടാ, ഈ ഞായറാഴ്ച ഞങ്ങ ആൽബിന്റെ തല തല്ലി പൊട്ടിക്കും. എടാ, എന്താ കാര്യം? എടാ, നിന്നെ തല്ലിയതിന് പകരം. എടാ, എന്തിനടാ? സർ, ലേഖയുടെ കൊലപാതകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹസ്ബൻഡ് ചെന്നൈയിൽ എന്നാണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. അന്വേഷണ സംഘത്തെ ചെന്നൈയിലേക്ക് അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അയാളെ പിടിക്കുവാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ അയാൾ നമ്മുടെ പിടിയിലാകും. എവിടെയാണ്? അവിടെ വിലക്കള്ളന്മാരാ പിടിക്കാൻ നിക്കണായിരുന്നു. എടാ മോനെ, എന്റെ 1000 രൂപ പോയിടാ. 1000 രൂപയെ? അതെങ്ങനെ പോണു? അതിനെടുക്കേണ്ടി വരില്ലേ? എന്തിന്? നമ്മൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല. നടന്നോണേനെന്തിനാ ഹെൽമെറ്റ്? അയ്യോ, അത് ശരിയാണല്ലോ, ഒരു ഓർമ്മയില്ലാണ്ടായി. സാറേ, എന്താ കാര്യം? വിദ്യ ട്യൂഷൻ സെന്റർ എവിടെയാ? എന്താ സാറേ, വല്ല കേസുണ്ടോ? ഉണ്ട്, ഒരു കേസുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടാ ട്യൂഷൻ സെന്റർ? അത് നല്ല സെന്ററാണ്. ആലുവയിലൊക്കെ അവർക്ക് സെന്ററുകളുണ്ട്. നല്ല പേരാണ് അവർക്ക് എന്നാണ് ഞാൻ കേട്ടിരിക്കണേ. അല്ല, എന്താ കാര്യം സാറേ? അവിടെ എന്റെ മോളെ ട്യൂഷൻ ചേർക്കാൻ വേണ്ടിയാ. ഇപ്പൊ ട്യൂഷൻ വിടാറായിണ്ടോ? എടാ, അസന ട്യൂഷൻ സെന്ററിന്റെ അടുത്തുണ്ട്. അവന്റെ കൂടെ അഭിനന്ദും അഭിഷേകും ഉണ്ട്. പിള്ളേര് ആൽവിനെ ഫോളോ ചെയ്തിട്ട് ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് അടിക്കുന്നു. അപ്പോൾ നമ്മൾ അവനെ ഓടിച്ചിട്ട് അടിക്കും. ഇതേ പോലീസ്. എടാ, പോലീസ് എങ്ങനെയോ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതാ, ഞാൻ നിരപരാധിയാ. എല്ലാവരും നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നതാ. ഞാനവനെ തല്ലാൻ വന്നതല്ല. എന്നെ മുന്നിലേക്ക് പ്രിൻസിപ്പാള് മീറ്റിംഗ് പറഞ്ഞു. ഞാനും കൂടി ലീവ് എടുത്താലോ? കോപ്പി അടിക്കാൻ പ്രതിഫലം 7 ലക്ഷം. VSSC പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി കോപ്പി അടിക്കാൻ 7 ലക്ഷം രൂപ. വാ വാ, എല്ലാവരും വാ. എല്ലാവരും ഇവിടെ ഇരിക്കും. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതേ എന്റെ തല ചൂട് പിടിച്ചിരിക്കുകയാണ്. അല്ലച്ചാ, അപ്പൊ ഇവിടെ AC വർക്ക് ചെയ്യണില്ലേ? നമ്മുടെ തോമസിനോട് പറഞ്ഞാലേ 2 മാസം കഴിയുമ്പോൾ ശരിയാക്കി തരും. എടാ പൊട്ട, നീ എന്തൊക്കെ പറയണേ? അച്ഛാ, ഞാൻ പൊട്ടനല്ല, ഞാൻ ജോർജാണ്. ഒന്ന് സൂക്ഷിക്കേ. അച്ഛാ, എന്തിനാ താങ്കൾ അർജന്റായിട്ട് വിളിപ്പിച്ചത്? അടുത്ത ആഴ്ച നമ്മുടെ കോളേജിലെ എക്സാം ആരംഭിക്കുകയാണ്. അച്ഛാ, ഈ ക്ലർക്കായി എന്നെ എന്തിനാ വിളിപ്പിച്ചത്? അല്ല, അതിനച്ഛാ എന്തിനാ ഈ ലൈബ്രറിനെയും ക്ലർക്കിനെയും പിയൂണിനൊക്കെ വിളിച്ചു വരുത്തിയത്? അതെ, അടുത്ത ആഴ്ച കുറച്ച് ടീച്ചർമാര് ലീവ് വന്നിരിക്കുക.
ഞാനിപ്പോ എന്താ ചെയ്യാ? ഈ കോളേജിന്റെ കാര്യം ഓർത്തിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അല്ലച്ചാ, നമുക്ക് ആർമി ഡോക്ടറെ പോയി കണ്ടാലോ? എന്തിന്? ഭ്രാന്ത് മാറ്റാൻ. പ്രിൻസിപ്പാള് ഒരു ഉപമ പറഞ്ഞതാണോ ജോർജ്? ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചതേ അടുത്ത ആഴ്ചത്തെ എക്സാമിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കാനാണ്. എനിക്ക് ലൈബ്രറിയിൽ ഒരുപാട് വർക്കുണ്ട്. അതിന്റെ ഇടയ്ക്കൂടി ഇതേക്കൂടി എന്നെ കൊണ്ട് പറ്റില്ല. എടാ ജോർജ്, നീ അടുത്ത ആഴ്ച പിയൂണല്ല ഇൻവിജിലേറ്ററാ. അച്ഛാ, എന്നെ എപ്പോഴും പ്യൂന്ന് വിളിക്കരുത്, ജോർജ് എന്ന് വിളിച്ചൂടെ? എടാ ജോർജ്, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിന്നെ ഇനി പിയൂന്ന് വിളിക്കണില്ല, ലാസ്റ്റ് ഗ്രേഡ് എന്ന് വിളിക്കണ്ട. ലാസ്റ്റ് ഗ്രേഡ് അത് കൊള്ളാല. അച്ഛാ, അപ്പൊ അടുത്ത ആഴ്ച ഞങ്ങളെല്ലാവരും വിജിലൻസുകാരാണല്ലേ? വിജിലൻസ് അല്ലടാ ജോർജ്, ഇൻവിജിലേറ്റർ. എന്തായാലും നല്ല പേരട്ടാ. അച്ഛാ, ഞാനൊരു അഭിപ്രായം പറയട്ടെ, നമുക്ക് എക്സാം മാറ്റി വെച്ചാലോ? അങ്ങനെ തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ ഞങ്ങൾ തെറിച്ചു പോട്ടെ. അല്ല തോമസ് ഏട്ടൻ മൂക്കിനെന്താ പറ്റിയേ? തുമ്മിയെ തെറിക്കോ? നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാൻ പറ്റില്ലേ? ഞാനൊരു ഉപമ പറഞ്ഞതാണ് ജോർജ്. ഞാനൊരു കാര്യം പറയാം, ഇനി ഇവിടെ ആരും ഒരു ഉപമയും പറയണ്ട. അച്ഛൻ ഞാനൊരു കാര്യം പറയാ, ഇതില് ഞാൻ മാത്രമേ മോശമായിട്ടുള്ളൂ. എനിക്ക് അടുത്ത ആഴ്ച മുതൽ സാലറി കൂടി തരണം. എക്സാമിന്റെ ഡ്യൂട്ടി, ലൈബ്രറി, ഇതൊക്കെ കൂടി ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചണ പോലെ ആയില്ല. ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ട് വെച്ചോടോ? ഞാൻ കേട്ടാ, എനിക്ക് പൂട്ടുവിടാറില്ല. എന്റെ ജോർജ്, നീ എന്തൊരു കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കണേ. അപ്പൊ എക്സാമിന്റെ ഡ്യൂട്ടി നിങ്ങൾക്ക് തന്നെയാ. പക്ഷെ ഒരു കാര്യം, കോപ്പി അടിക്കാൻ ആരും അനുവദിക്കരുത്. അച്ചോ, കളി എന്റെ അടുത്ത് നടക്കില്ല കേട്ടാ. എടാ ജോർജ്, കളിയുടെ കാര്യമല്ല പറഞ്ഞ, കോപ്പിയുടെ കാര്യമാണ് പറഞ്ഞ. എടാ ജോർജ്, ഈ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ഒരു കോമാളിനെ പോലെ നടക്കണമെന്ന് മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ചോ, അത് അസൂയക്കാര് പറയണതാണ്. ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോഴേ മമ്മൂട്ടിയുടെ ലുക്ക് ഉണ്ടെന്നാണ് പലരും പറയണേ. അത് മമ്മൂട്ടിനെ അറിയാത്തവര് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല കണ്ടോട്ടന്മാരായിരിക്കും. ജോർജ് പറഞ്ഞത് ശരിയാ, കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോ ജോർജിന് മമ്മൂട്ടിയുടെ ചെറിയൊരു ലുക്ക് ഉണ്ട്. അപ്പൊ ശരി, ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പരീക്ഷയിൽ ആരും കോപ്പി അടിക്കരുത്. പ്രിൻസിപ്പാളുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഭാവി പിന്നെ കട്ട പോകയാണ്. ഡാ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ പേപ്പറിൽ നോക്കി എഴുതണ. നിന്നോടല്ലേ പറഞ്ഞ കോപ്പി അടിക്കരുതെന്ന്. എന്റെ ക്ലാസ്സിൽ ഇത് നടക്കില്ല. പുറത്തു പോകൂ. വാ, പ്രിൻസിപ്പാളുടെ മുമ്പിലേക്ക് വാ. എന്താ കാര്യം? നടക്കില്ല. കുപ്പിന്ന് വെക്കുമ്പോൾ എന്റെ ചുണ്ട് വരയ്ക്കുന്നുണ്ട് വേണ്ട, പക്ഷെ ഈ കേസ് ഞാൻ ഒഴിവാക്കില്ല. അതെന്താ ജോർജ് ഏട്ടാ? കൊലപാതകം ചെയ്ത പിള്ളേർക്ക് എക്സാം എഴുതാം, കോപ്പി അടിച്ചവർക്ക് എക്സാം എഴുതാൻ പാടില്ല. ഇത് എവിടുത്തെ ന്യായം? അതൊക്കെ മോളെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. വാ, നടക്ക്. വാ, ഇങ്ങോട്ട് വാ. എന്തിനാ ജോർജ് ഈ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏതെങ്കിലും ടീച്ചർമാര് കോപ്പി അടിച്ച ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന? ഇല്ല ജോർജ്, ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. അച്ചോ, കോപ്പി അടിച്ച് വരുത്തിയത് ഞാൻ കയ്യോടെ പൊക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ ജോർജ്, യു ആർ എഫിഷ്യന്റ്. ആയിക്കോട്ടെ. നീ ഇവിടെ കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവന്നതല്ലേ, കുറച്ച് കാപ്പി എടുക്കട്ടെ. നിന്നോടല്ല, ജോർജിനോടാ ചോദിച്ചേ. എന്നാ ഇത് കുടിക്കും. നിനക്കല്ല, നീ കോപ്പിയടി കേസിലെ പ്രതിയാ. നീ അവിടെ ഇരിക്കും. നീ ഇരിക്ക്. നിന്നോടല്ല, ജോർജിനോടാ. അച്ചോ, എനിക്ക് ഈ കോളേജിൽ പിയൂണായിട്ട് തുടരാൻ ഒട്ടും താല്പര്യമില്ല. അതെന്താ ജോർജ്? അച്ചോ, ഈ കോളേജിൽ ഇത്രയും ടീച്ചർമാരുണ്ടായിരുന്നിട്ടും ഒരു കുട്ടിയെ പോലും കോപ്പി അടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. എനിക്ക് പ്രൊമോഷൻ നൽകി, ചുരുങ്ങിയത് അതിന് ഒരു ക്ലർക്കെങ്കിലും ആകണം. എടാ ജോർജ്, നിനക്ക് 6ാം ക്ലാസ് പഠിപ്പുള്ളൂ. പിയൂണാണെങ്കിൽ ചുരുങ്ങിയത് 8ാം ക്ലാസ്സെങ്കിലും വേണം. പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്നെ അങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളൂ. എടി മോളെ,
നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയേ? നിനക്ക് ഇനി 3 കൊല്ലം എക്സാം എഴുതാൻ പറ്റില്ല. നിന്നെ ഡീബാർ ചെയ്യാൻ പോവാ. ഞാൻ ഇതുവരെ അതിനെ പറ്റി കേട്ടിട്ടില്ല. ഡീബാർ എന്ന് പറഞ്ഞാൽ 3 കൊല്ലത്തേക്ക് ഇനി ആ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. എന്താ വീട്ടിലും നാട്ടിലും പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, കോളേജിലേക്ക് വരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ട് അടക്കേണ്ടി വരും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എടി മോളെ, കുറ്റം ചെയ്താൽ എന്തായാലും ശിക്ഷിക്കപ്പെടണം. എടാ ജോർജ്, ഇവിടെ കോപ്പി അടിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ ആ തെളിവുകളൊക്കെ ഇവിടെ ഒന്ന് ഹാജരാക്കി. തെളിവാ ഇതിപ്പോ കാണിച്ചു തരാം. കളി എന്റെ അടുത്ത് നടക്കില്ല അച്ഛൻ. നോക്കച്ചാ നോക്ക്. എവിടെ ജോർജ്? കോപ്പി അടിച്ച പേപ്പർ എവിടെ? അച്ഛൻ കോപ്പി അടിച്ച പേപ്പർ അതിലുണ്ട്. അച്ഛനത് ശരിക്കും മറച്ചു നോക്ക്. ആൻസർ ഷീറ്റ് ഞാൻ കണ്ടു. കോപ്പി അടിച്ച പേപ്പർ ഇവിടെ കാണാനില്ലല്ലോ. ആ പേപ്പറിന്റെ അടിയിലുണ്ട് അച്ഛാ, ശരിക്കും നോക്കിയേ. ആ അതിന്റെ അടിയിൽ ഹോൾ ടിക്കറ്റ് അല്ലടാ. അതിന്റെ അടിയിൽ നോക്കച്ചാ. അതിൽ നോക്കിയിട്ടാണ് ഈ കുട്ടി കോപ്പി അടിച്ചോണ്ടിരുന്നത്. എടാ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും എന്തിട്ട് പേപ്പർ ആയാലും കോപ്പി അടി എന്റെ അടുത്ത് നടക്കില്ല. എടാ ജോർജ്, ഇത് ഇവിടെ നിന്ന് കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? നീ എന്തൊക്കെ പറയണേ? ചോദ്യ പേപ്പറാ. മോളെ ജോർജ് പോയി. ആള് എസ്കേപ്പ് അയച്ചോ അടുത്ത കോപ്പിടി പിടിക്കാൻ. ആളിപ്പോ വരുമായിരിക്കും അടുത്ത കോപ്പിടി വരുന്നേ കൊണ്ട്.